ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും മിച്ചൂട്ടനും കൂടെ ഓട്ടോയിൽ കയറി അങ്കനവാടിയിലോട്ട് പോവുകയാണ്. പുതിയ വാച്ചൊക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ മുഖത്തുണ്ട്. ഇന്ന് അവനൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ആദ്യമായിട്ട് അവൻ നോട്ട്ബുക്കിൽ എഴുതാൻ പോകുന്ന ദിവസം. അതിനായിട്ട് ഞങ്ങൾ നോട്ട്ബുക്ക് മേടിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഞാനും അവനും കൂടെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ചെരുപ്പൊക്കെ അവൻ വണ്ടിയിൽ ഊരി ഇട്ടേക്കുമായിരുന്നു. പതുക്കെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങളിതേ ഇറങ്ങുവാണ്. ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് നോക്കുന്നുണ്ട്, അതിൽ ലൈറ്റ് കത്തുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് സൂപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറുവാണ്. ഞങ്ങൾക്ക് ഇന്ന് അങ്കനവാടിയിലെത്താൻ കുറച്ച് താമസിക്കുകയും കൂടി ചെയ്തു. സൂപ്പർ മാർക്കറ്റിലെത്തി ബുക്കും എല്ലാം എടുത്തു കഴിഞ്ഞപ്പം കുറച്ച് ലേറ്റായി. ഞങ്ങൾ 10 മണിയായപ്പോഴാണ് ഇന്ന് അങ്കനവാടിയിലെത്തിയത്. ഞങ്ങളിതേ ബുക്കുള്ളിടത്തോട്ട് പോവുകയാണ്. അവൻ ഓരോ ബുക്കും ഓരോ സാധനങ്ങളും എല്ലാം ഇങ്ങനെ നോക്കി പോവുകയാണ്. ബുക്ക് അവൻ ഒരു വരെയുള്ള ബുക്ക് കൊണ്ടുവരാനാണ് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ബുക്കുകൾ മറിച്ച് അവൻ നോക്കുന്നുണ്ട്. അവൻ ആദ്യമായിട്ട് ബുക്കിൽ എഴുതാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവൻ പറയുക ഇത് 4 വരെ ബുക്കാന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് 4 വരാന്നല്ലാതെ അവൻ അറിയത്തൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇത് 1 വരെയുടെ ബുക്കാണ്. ഞങ്ങൾക്ക് 1 വരെയുടെ ബുക്കും കൊണ്ട് വരാനാണ് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു വിട്ടേക്കുന്നത്. എന്നാൽ ഈ ബുക്ക് മതിയെന്ന് പറഞ്ഞ് അവൻ എടുത്തു. പിന്നെ ഞങ്ങൾ പെൻസിൽ നോക്കുവാണ്. അവൻ ഓരോ പെൻസിലും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുന്നുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് അപ്സരയുടെ പെൻസിലുമായിട്ട് ഞങ്ങൾ നേരെ ബില്ലടിക്കുന്നിടത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ അതുമായിട്ട് അവൻ ബില്ലടിക്കുന്നിടത്തോട്ട് പോവുകയാണ്. ഓരോ സാധനം പിന്നെയും അവൻ നോക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും വേണോ എന്ന്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ റബ്ബറും കട്ടറും മേടിച്ചില്ലല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി റബ്ബറും കട്ടറും എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. പിന്നെ ഒരു ഡയറി മിൽക്കും കൂടെ അവന് മേടിച്ചു. അവൻ ചോദിച്ചൊന്നുമില്ല, അവനങ്ങനെ വേറൊന്നും ചോദിച്ചൊന്നുമില്ല, മുട്ടായി ഒന്നും കണ്ടൊന്നും ചോദിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ അങ്കനവാടിയിലോട്ട് പോവുകയാണ് ഓട്ടോയിൽ കയറി. ഇന്ന് ബുക്കൊക്കെ എഴുതാനുള്ള സന്തോഷത്തിൽ വലിയ പ്രശ്നമില്ലാതെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ അങ്കനവാടി എത്തിയിട്ടുണ്ട്. അവൻ തന്നെ കൈ പിടിച്ചുകൊണ്ട് ബുക്കുമൊക്കെ ആയിട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ഇത്തിരി സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കരഞ്ഞ് ബഹളം വെച്ച് പോയവനാ. ബുക്കും എഴുതാനുള്ള ഇൻട്രസ്റ്റിലും ഒക്കെയാണ് പോകുന്നത്. അവിടെ അവൻ്റെ കൂട്ടുകാരെല്ലാം നോക്കി നിൽപ്പുണ്ടായിരുന്നു. ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് അവൻ മേടിച്ചിട്ട് അവൻ ടീച്ചറിൻ്റെ കയ്യിലോട്ട് ബാഗ് കൊടുത്തു. ഞാൻ ടാറ്റ ചോദിച്ചിട്ട് എനിക്ക് തന്നൊന്നുമില്ല. പക്ഷെ അവൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ടാറ്റ തരുന്നുണ്ട്. അവൻ എനിക്ക് ടാറ്റ തരാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതുകൊണ്ട് അവൻ തരത്തില്ല. എന്നാലും ഞാൻ ചോദിക്കും ടാറ്റ തരാമോ എന്ന്. അവൻ്റെ ടീച്ചർ കയ്യെ പിടിച്ച് ടാറ്റ തരാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങ് ടാറ്റായും കൊടുത്തിട്ട് ഞാനിങ്ങ് പോകുന്നു. ടാറ്റാ.